ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, കൂടപ്പറപ്പുകൾ, സുഹൃത്തുക്കൾ, അഭിഷിക്തന്മാർ, നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഒരു പുതിയ പ്രഭാതത്തിലേക്ക് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരും കൊണ്ടുവന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയുടെ നിദ്രയിൽ പ്രവേശിച്ച അനേകം പേർക്ക് പുതിയൊരു പ്രഭാതം കാണുവാൻ കഴിയാതെ, അവരുടെ സ്വപ്നങ്ങൾ അവരുടെ ഉറ്റവരോടും ഉടയവരോടും അവൻ പങ്കുവെക്കാൻ കഴിയാതെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തെ പഠിക്കുവാൻ, ഗ്രഹിക്കുവാൻ, ധ്യാനിക്കുവാൻ ഒക്കെ ദൈവം തന്നിരിക്കുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മാസം തുടർമാനമായി നാം കേൾക്കുവാൻ പോകുന്ന ദൈവിക സന്ദേശം അത്ഭുതങ്ങളെ കുറിച്ചാണ്. അത്ഭുതങ്ങൾ ആമേൻ നടത്തുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവന്റെ പേര് നസ്രയനായ യേശു എന്നാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കേൾക്കുന്ന മെസ്സേജ് എൻ്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം കൊണ്ടുവരുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആദ്യം നാം കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിനകത്ത് അത്ഭുതമായി മാറണം. അവൻ യേശുവിന്റെ അടുക്കലേക്ക് വന്ന ഓരോ വ്യക്തികളും അവരോട് യേശു ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്തു തരണമെന്ന് ചോദിച്ചു. അവരവരുടെ ആവശ്യങ്ങളെ വിളിച്ചു പറഞ്ഞപ്പോൾ, ആ ആവശ്യത്തിന്റെ മേലുള്ള വിശ്വാസം അതിലർപ്പിച്ചപ്പോൾ അത് അത്ഭുതങ്ങളായി മുമ്പോട്ട് പോകുവാനിടയായി തീർന്നു. അത് അത്ഭുതങ്ങളായിട്ട് അവരുടെ ജീവിതത്തിൽ കാണുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം കേൾക്കുന്ന സന്ദേശം എൻ്റെ ജീവിതത്തിന്റെ സമൂല മേഖലകൾക്കകത്ത് ഒരു മാറ്റം വരുത്തുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയുള്ളവർക്കായി ഒരു നല്ല മെസ്സേജിലേക്ക് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നു. അതിനാധാരമായിട്ട് ആമേൻ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 71-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ പലർക്കും അത്ഭുതം ആയിരിക്കുന്നു, നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. എൻ്റെ വീട്ടിനകത്ത്, എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ സഹോദരങ്ങളുടെ നടുവിൽ, മറ്റെല്ലാ മേഖലകൾക്കകത്ത് ഞാൻ ഒരു അത്ഭുതമായി മാറും. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം എല്ലാ സഹോദരങ്ങളും ദൂരെ നിന്ന് വരുന്ന യോസഫിനെ കണ്ടിട്ട് പറഞ്ഞത് എൻ്റെ സഹോദരൻ വരുന്നു എന്നല്ല, സ്വപ്നക്കാരൻ വരുന്നു എന്നാണ്. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഒരു സ്വപ്നം കാണുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ, നിന്റെ മേലുള്ള വാഗ്ദത്തത്തിന് നീ പ്രാർത്ഥനാ മുറിയിൽ വില കൊടുത്ത് പ്രാർത്ഥിച്ച് മുന്നേറാൻ തയ്യാറാകുമ്പോൾ, നിന്റെ സഹോദരങ്ങൾ പോലും നിന്നെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുമ്പോൾ, അവരുടെ എല്ലാം നടുവിൽ നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. യോസഫിന്റെ ജീവിതം അതാ വിളിച്ചു പറയുന്നത്. എല്ലാവരും ഉപേക്ഷിച്ചു. പൊട്ടക്കിണറ്റിന്റെ അവസ്ഥ, അടിമച്ചന്തയിൽ അടിമ കച്ചവടത്തിന് വിൽക്കപ്പെടുന്ന വ്യക്തിയായി മാറി. കാരാഗൃഹത്തിനകത്ത് അടിമപ്പെട്ടു. അങ്ങനെ അവന്റെ ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രതികൂലം അനുഭവിക്കുമ്പോഴും അവൻ വിളിച്ചു പറഞ്ഞൊരു പദം കാണും, ഞാൻ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറും, ഞാൻ അനേകം പേർക്ക് ഒരു അത്ഭുതമായി മാറും. എന്തിനേറെ പറയുന്നു, ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, അവന്റെ സഹോദരങ്ങളടക്കം എല്ലാവരും അവന്റെ മുമ്പിൽ വന്ന് അവൻ ഭക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന കാഴ്ച കാണുവാനിടയായി. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളെ നോക്കി പലരും പറഞ്ഞു കാണും, ഒരിക്കലും ഉയർക്കത്തില്ല, ഒരിക്കലും വളരത്തില്ല, ഒരിക്കലും ഉന്നതി പ്രാപിക്കത്തില്ല. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നീ വിളിച്ചു പറ, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. കാരണം എൻ്റെ ദൈവം എൻ്റെ സങ്കേതമായിരിക്കുന്നു, എൻ്റെ യേശു എൻ്റെ പടകിലുണ്ട്. അതുകൊണ്ട് ഞാൻ അനേകം പേർക്ക് ഒരു അത്ഭുതമായി മാറുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അവർക്കായി ദൈവം അത്ഭുതങ്ങൾ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you.